ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് റിക്വസ്റ്റ് ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി റീഡിംഗ് ആണ്. ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജി എങ്ങനെയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്ന് കൂടി നമുക്ക് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കാനായിട്ട് പോകുന്നത് പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജിയാണ്. Wheel of Fortune, World, Three of Cups, Princess of Pentacles, Seven of Swords, Nine of Wands, Four of Pentacles, Strength, Eight of Swords, Moon, Seven of Pentacles, Knight of Swords, Three of Swords, King of Wands, Seven of Wands and High Priestess. അപ്പം നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിനകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും വളരെ എൻജോയ് ചെയ്ത് ഒക്കെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും വളരെയധികം പ്രതീക്ഷയോടെ മുന്നോട്ട് നോക്കി കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം. എല്ലാവർക്കും തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അതൊരു കപ്പിൾ എനർജിയോ അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ആവണമെന്നില്ല. ചിലവരെ സംബന്ധിച്ച് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഫാമിലിയിലുള്ള ഏതെങ്കിലും ഒരു മെമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഹൈ എനർജിയിൽ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എക്സ് ആയിരിക്കാം, പിന്നെ റിലേഷൻഷിപ്പ് ആവാം. ചിലർക്ക് ഇതുപോലും അല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ള വ്യക്തികൾ വരെ ആവാറുണ്ട്. അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും ഇതിനകത്തൊരു മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളൊരു സംഗതി നമുക്കിവിടെ എടുത്ത് കാണാമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ അപ്സ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എത്രയധികം ഒരു എൻജോയ്മെൻറ്റോ അല്ലെങ്കിൽ ഹാപ്പിനെസ്സോ അങ്ങനെയുള്ള രീതിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതിന് എതിരെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് സംഭവിച്ചതായിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും കാണാമെന്നുള്ളതാണ്. കാരണം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് നമ്മൾ കാണുന്നതാണ്, ഇനിഷ്യലിയൊക്കെ വളരെ ചിലപ്പോൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി പോകുന്ന ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ വളരെ ട്രസ്റ്റ് ഉണ്ടാവാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ട്രസ്റ്റ്, ഹോൺസ്റ്റി ഒക്കെ ഇല്ലാതെയാവും. സെയിം ഒരു കാര്യങ്ങൾ നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഇതിനകത്ത് പിന്നീട് നമ്മളുള്ള എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രോളിങ് നേച്ചർ, അല്ലെങ്കിൽ ആ ഒരു പൊസസീവ്നെസ്, വളരെ ഗാർഡഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു എനർജിയൊക്കെ നമുക്ക് കാണാം. വളരെ എക്സോസ്റ്റഡ് ആയിട്ട് കാണാം. ഇതിനകത്തുള്ള ആ ഒരു സുതാര്യത നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. കാര്യങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കുക, കള്ളത്തരങ്ങൾ പറയുക, മാനിപ്പുലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഏത് വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിലൂടെ പോകുമ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു റിലേഷൻഷിപ്പ് പതിയെ ഒരു മോശം അവസ്ഥയിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏത് റിലേഷൻഷിപ്പും ആ ഒരു ബിൽഡ് ചെയ്ത് നിൽക്കുന്ന മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് വിശ്വാസമാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
പതിയെ പതിയെ എത്ര ശക്തമായിട്ടുള്ള ബന്ധമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് കുറയാനായിട്ട് തുടങ്ങും. ഇവിടെയും നമുക്ക് അത് തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് അതിനകത്ത് ഒരു സ്ട്രെങ്ത് ഇല്ലാതെ ആവുന്ന അവസ്ഥ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു വ്യക്തി ആകെ കെട്ടിപ്പൂട്ടിയിരിക്കുന്നൊരവസ്ഥ, ട്രാപ്പിലായിട്ടിരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു മൂൺ എനർജി തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ്ലി ഈ ഒരു എനർജീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, ഇതിനകത്ത് ഒരു പേഴ്സൺ വളരെയധികം ഫെഡപ്പ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഡ്രെയിൻഡ് ആയി പോയിട്ടുണ്ട്. ഒരു ആങ്സൈറ്റി, ഫിയർ അല്ലെങ്കിൽ സ്റ്റക്നെസ്, വിട്ടുപോയല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തിയതായിട്ടാണ് കാണുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പുറംമോടി അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ തീർത്തും ഇല്ലാതെയാവുന്ന ഒരു എനർജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതിനകത്ത് ഒരു വ്യക്തി മേ ബി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഫർ ചെയ്യുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പെട്ടുപോയിരിക്കുന്ന ഒരു അവസ്ഥയിൽ പോലെ ആയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം ആ ഒരു രീതിയിലൂടെ കടന്നു പോകുന്നത്. ചിലപ്പോൾ ഇനിഷ്യലിയൊക്കെ വളരെ നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് കാണുകയോ, അല്ലെങ്കിൽ അവരൊരുപാട് ഹാപ്പിനെസ്സൊക്കെ അല്ലെങ്കിൽ എൻജോയ്മെൻ്റൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് അവസാനിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തുന്നൊരവസ്ഥ. അവർക്ക് തന്നെ കാര്യങ്ങളെക്കുറിച്ചൊരു എത്തും പിടി ഇല്ലാതെ ആവുന്ന ഒരു രീതിയിൽ നമുക്ക് കാണാം. എന്നാൽ മറ്റൊരു സ്ഥലത്ത് നമ്മൾ പറയുന്ന പോലെ തന്നെ ഇവിടെ ഒന്ന് ഈ ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ മുറുകുക, അല്ലെങ്കിൽ വളരെ കൺട്രോളിങ് നേച്ചറായിട്ട്, അല്ലെങ്കിൽ വളരെ പൊസസീവായിട്ട് കാര്യങ്ങൾ മാറുന്ന ഒരവസ്ഥ. അതായത് ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും പരസ്പരം വിട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, പരസ്പരം നിയന്ത്രണങ്ങളില്ലാതെ ഇരിക്കുമ്പോഴും രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഹോണസ്റ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു റിലേഷൻഷിപ്പിൻ്റെ ലക്ഷണമാണ്. അതേസമയം നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പിടിച്ച് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു നേച്ചർ മാറാനായിട്ട് തുടങ്ങും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എത്ര ഇഷ്ടപ്പെട്ട പേഴ്സൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ട് ഒരു അകലം അല്ലെങ്കിൽ വെറുപ്പുണ്ടാകുന്ന രീതിയൊക്കെ വന്നുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു വെറുപ്പ് അവർ പോലും അറിയാതെ തന്നെ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടായെന്ന് വരാം. എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ കൺട്രോളിങ് ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിൽ വളരെയധികം കൺട്രോളിങ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ എന്തെങ്കിലും മറച്ചു വെക്കുന്നു എന്നോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയോ കാര്യങ്ങളോ തോന്നുന്നത് കൊണ്ട് തന്നെ അവരുടെ ഒരു നേച്ചറിന് തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വളരെ എൻജോയ്മെൻറ്റ് മൂഡ്, അല്ലെങ്കിൽ വളരെ ആ ഒരു മിങ്കിൾ ചെയ്തിരിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്ക് നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ടാവും. ചില റിലേഷൻഷിപ്പിൽ, പ്രത്യേകിച്ച് നമ്മൾ കപ്പിൾ ടൈപ്പ് റിലേഷൻഷിപ്പിലൊക്കെ കാണുന്ന കാര്യമാണ്, ആദ്യം രണ്ടുപേരുടെയും സ്വഭാവവും കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരണമെന്നില്ല. അവരുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫേസ് ആയിരിക്കും പുറത്ത് കാണിക്കുന്നത്. പക്ഷേ പതിയെ പതിയെ ആയിരിക്കും അവരുടെ യഥാർത്ഥ റിയൽ ഫേസ്, അല്ലെങ്കിൽ ആ ഒരു ട്രൂ കളർ എന്താണ് എന്ന് ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെയായിരിക്കും. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, ഈ ഒരു നമ്മുടെ പഴയ വ്യക്തിയല്ല ഇവർക്ക് എന്ത് മാറ്റം വന്നു എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ട്രാപ്പ് എനർജി കാണാം, മെൻ്റൽ സ്റ്റക്നെസ് കാണാം. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള പേടി വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. ആ ഒരു സന്തോഷം അല്ലെങ്കിൽ എൻജോയ്മെൻ്റ് ഒക്കെ മാറി മറിഞ്ഞൊരു അവസ്ഥ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എവിടെയാണോ ഒരു സന്തോഷം അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷയൊക്കെ കണ്ടത്, അവിടെ തന്നെ ഒരു തകർന്ന് തരിപ്പണമായിട്ടുള്ള, അല്ലെങ്കിൽ മാനസികമായിട്ട് വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ കാണാം. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു ഹാർട്ട് ബ്രേക്കാണ്. അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ കൺട്രോളിംഗ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നൊരവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ, അത് അനുഭവിക്കുന്ന വ്യക്തി നല്ലതുപോലെ സഫർ ചെയ്യേണ്ടതായിട്ട് വരും. അവർക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യേണ്ടുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരാം. ഇനിയിപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കാര്യം അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിയാം. ഈ ഒരു തേർഡ് പാർട്ടിക്കെങ്കിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ളൊരു മിംഗ്ലിങ്ങോ, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ അവർ വിലക്കിയിട്ടുണ്ടാവാം, കൺട്രോൾ ചെയ്തിട്ടുണ്ടാവാം. അതിൻ്റെ കൂടി ആയിരിക്കും ഈ ഒരു പൊസസീവ് അല്ലെങ്കിൽ കൺട്രോളിങ് നേച്ചറൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുമായിട്ടുള്ള എല്ലാ കോൺടാക്റ്റും കട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ട്രാപ്പാണ്, അല്ലെങ്കിൽ അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല, അവർ അത്രത്തോളം പെയിൻ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത്രയും സ്ട്രിക്റ്റ് ആയിരിക്കാം. ആ ഒരു രീതിയിലായിരിക്കണം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് എല്ലാ കാര്യങ്ങൾക്കും ഒരു വിലക്ക് ഏർപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ സസ്പീഷ്യസ് ആയിട്ട് കാര്യങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഹൈഡിങ് എനർജി, നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ അവർക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ടായിരിക്കും. മാത്രമല്ല ഈ ഒരു പേഴ്സൺ, അതായത് ഈ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു റിയൽ ഫേസ് പുറത്തേക്ക് വരുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തി ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യിക്കുന്നതായിട്ടും മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് ഒന്നും തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വെയിറ്റ് ചെയ്ത് നോക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പെട്ടെന്നുള്ള റാപ്പിഡായിട്ടുള്ള ഒരു ആക്ഷനും ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്.
ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ വളരെ ഒരു ഫൈറ്റോ കാര്യങ്ങളിലേക്കോ പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ തേർഡ് പാർട്ടി അവരുടെ ഒരു യഥാർത്ഥ നേച്ചർ എന്താണോ അല്ലെങ്കിൽ അവരുടെ ഒരു യഥാർത്ഥ ഫേസ് എന്താണോ അതിനകത്തേക്ക് തന്നെ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവാം. കാരണം അതുകൊണ്ട് കൊണ്ടായിരിക്കണം ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ത്രീ ഓഫ് സോർട്സ് എനർജി കാണാനായിട്ട് കഴിയുന്നത്. അത്രയധികം ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവും. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് പതിയെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, അതിൻ്റെ ഒരു പ്രോഗ്രസ്സിങ് എങ്ങനെയാണെന്ന് ക്ഷമയോടുകൂടി നോക്കാം എന്ന് വിചാരിച്ചിട്ടും ക്ഷമ കിട്ടാത്ത ആരുടെയോ എനർജിയാണ്. മനസ്സുകൊണ്ട് ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ക്ഷമ കിട്ടാതെ ഒരു ഫൈറ്റിംഗ് മോഡിലേക്ക് വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആർഗ്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ട് നമ്മളെ കുത്തി നോവിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരെ മാറിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഒരു ഫൈറ്റിംഗ് മോഡ് എന്ന് തന്നെ പറയാം. പക്ഷേ ഒരാളിവിടെ കുറച്ചൊന്ന് സൈലൻ്റ് ആയിരിക്കണം. ആ ആളാണ് കുറച്ചൊരു പെയിൻ അനുഭവിക്കുന്നത്. മറ്റേ വ്യക്തിയാണ് ഇവിടെ കൂടുതലായിട്ട് മുൻപന്തിയിൽ കയറി നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ വളരെ സൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടും ക്ഷമ കിട്ടാത്ത ആരുടെയൊക്കെയോ എനർജിയാണ്. അതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ധൃതി പിടിച്ച ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില ആക്ഷനൊക്കെ എടുത്തത് വഴി കുറച്ചും കൂടി കാര്യങ്ങൾ വേഴ്സായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്റ്റക്കായ പോലെ, അല്ലെങ്കിൽ ഇതൊരു ട്രാപ്പായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി നമുക്ക് തീർച്ചയായിട്ടും കാണാം. വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ മനസ്സിനകത്തൊരു നൂറുകൂട്ടം ആശയങ്ങളെന്ന് പറയുന്ന രീതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു കറണ്ട് മോഡ് അല്ലെങ്കിൽ പ്രസൻറ്റ് മോഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരസ്പരം ഒരു ബാരിയർ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുണ്ട്. ഹോണസ്റ്റി നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയാണ്. ഒരുപാട് കാര്യങ്ങൾ സീക്രറ്റ്സ് മറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാത്തൊരു എനർജി എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാൻ. വളരെ നിഗൂഢമായിട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് മിസ്റ്ററി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ റിലേഷൻഷിപ്പ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് ഒരാൾ വളരെ ഒരു ടഫായിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചൊരു അഗ്രസീവ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റുള്ള വ്യക്തി എന്ന് പറയുന്നത് എല്ലാം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ ഒരു നേച്ചർ നമുക്കിവിടെ കാണാനായിട്ട് തീർച്ചയായിട്ടും കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് രണ്ടുപേരും വളരെ ഫൈറ്റിംഗ് മോഡിലേക്ക് മാറാറുണ്ട്. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇവിടെ രണ്ടുപേരും ഫൈറ്റിംഗ് മോഡിൽ ഒരാൾ കൂടുതൽ വിഷമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ട്രാപ്പിലെത്തിയ വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ച് ചിലപ്പോൾ അവരൊരു ബന്ധനത്തിൽ ഏർപ്പെട്ടതുപോലെ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അവർക്ക് എല്ലാം സഹിച്ച് മിണ്ടാതെ നിൽക്കേണ്ടി വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കും ബോൾഡായിട്ട് പ്രതികരിക്കാൻ പറ്റാത്തത് ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കാം. ചിലരെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഒരു ബ്ലാക്ക് മെയിലിംഗ് പോലെയുള്ള കാര്യങ്ങളോ, ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ട് അവരെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, എന്തൊക്കെ പെയിനും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഒരു ഉള്ളിലമർത്തി വിഷമിച്ച് നിൽക്കേണ്ടതായിട്ട് വരും. തിരിച്ചെങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് പെരുമാറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും കഴിയാത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ളൊരവസ്ഥയായിരിക്കാം മേ ബി ഇവിടെ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലോണം ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം. ഇവിടെ കുറച്ചൊരു ഹിഡൻ നേച്ചറുള്ളൊരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണോട് കാണിക്കുന്നത് കുറച്ചൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കും കൂടി വേണ്ടിയിട്ടുള്ളൊരു സ്നേഹമാണ്, അല്ലെങ്കിൽ ഒരു ജെനുവിൻ ലവ് അല്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ട്രാപ്പിനകത്ത് പെട്ടതുപോലെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ പോയതാണെന്നൊക്കെ ചിലർക്കെങ്കിലും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഇനി നിങ്ങളോടുള്ള ഒരു എനർജി കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവറോൾ ആയിട്ട് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും. Queen of Pentacles, Two of Cups, King of Wands, Magician, The World. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ളൊരു പ്രത്യേകത,
ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു വിശ്വാസമുള്ള പേഴ്സൺ ആയിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ്. അവിടെ സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു സ്റ്റക്കായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇതിനകത്തൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഈ പേഴ്സൺ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിലായിരിക്കാം അവർ വളരെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുന്നത്. അതായത് ഇപ്പം നമുക്ക് ഏതൊരു വഴി അടഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴി അവിടെ ബാക്കി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു വഴിയിൽ നമ്മൾ കുറച്ചൊരു ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫെയ്ത്ത് ഒക്കെ കൊടുക്കാറുണ്ട്. ആരില്ലെങ്കിലും എനിക്കിതുണ്ടാവും, അല്ലെങ്കിൽ ഇതവിടെ എനിക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവാറുണ്ട് പലർക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നതെന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ ഫാമിലി അല്ല, അല്ലെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടീസ് റിലേഷൻഷിപ്പിലാണ് നിങ്ങളുടെ വ്യക്തി പോയതെങ്കിൽ പോലും നിങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇവർക്കൊരു വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പെട്ടെന്ന് അവരെ തള്ളിക്കളയില്ല എന്നുള്ളതായിരിക്കാം. നിങ്ങൾ അത്രയും അവരെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർക്ക് ആ ഒരു വിശ്വാസം നിങ്ങളുടെ കാര്യത്തിലുള്ളത്. ആരില്ലെങ്കിലും എനിക്ക് ഈ ഒരു വ്യക്തി ഉണ്ടാവും എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരു പേഴ്സണായിട്ട് തന്നെ പറയാം. എന്നാലും നമ്മളത് പറയാറുണ്ട്, ഇടയ്ക്കതും ഒരു ദോഷമാണ് എന്ന് പറയാറുണ്ട്. കാരണം അത്രയും കോൺഫിഡൻസ് വരുമ്പോൾ ചിലപ്പോൾ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ കാര്യങ്ങളൊക്കെ തരാനായിട്ട് വൈമുഖ്യം കാണിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അത് എൻ്റെ പ്രോപ്പർട്ടി അല്ലേ, അല്ലെങ്കിൽ അത് എൻ്റെ അല്ലേ, എവിടെയും പോവില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട്. ഇപ്പോൾ കറൻലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് വളരെയധികം ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് തോന്നുന്നുണ്ട്. നേരത്തെ തേർഡ് പാർട്ടി സ്പ്രെഡിനകത്ത് ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വളരെയധികം ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ഒരു എനർജിയാണ്. വളരെ ഒരു ഫയറി നേച്ചറായിട്ട് നമുക്ക് ഇവരുടെ ഒരു എനർജി കാണാമെന്നുള്ളതാണ്. മാത്രമല്ല അവർ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ അത്രയും കോൺഫിഡൻസ് ആണ് അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയും കൂടിയാണത്. അവർക്ക് അത്രയേറെ വിശ്വാസമുണ്ട് ഈ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങളെ വിശ്വാസമുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. ഇത് നിങ്ങളുടെ ഒരു സാന്നിധ്യം അവരോടൊപ്പം വേണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ആരില്ലെങ്കിലും എനിക്ക് ഈ ഒരു കാര്യം ഉണ്ടാവും എന്നുള്ള തരത്തിൽ അവർ വിശ്വസിക്കുന്ന ഒരു റിലേഷൻഷിപ്പും കൂടിയാണ്. ഇപ്പോൾ ലൈഫ് ലോങ് അവരുടെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അവരങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നിലവിലത്തെ എനർജിയിൽ നോക്കിക്കാണുന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ ചിലരെ സംബന്ധിച്ച് വളരെ കുറച്ച് പേർക്കായിരിക്കും ചിലപ്പോൾ ഇത് നോ കോൺടാക്റ്റ് ആയിട്ടിരിക്കുന്നത്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കിപ്പോൾ കോൺടാക്റ്റ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ അവർക്ക് ഒട്ടും താല്പര്യമില്ല, നിവർത്തികേട് കൊണ്ട് നിന്ന് പോകുന്നതാണെന്നൊക്കെ അത്രയും ഒരു കണക്ഷൻ ഈ ഒരു പേഴ്സണായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെയുള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് നിങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും കാണാൻ കഴിയുന്നത്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കിയപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ളൊരു മാറ്റം അവർക്ക് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.